അപ്പൊ ഇസ്രായേലും ഫലസ്തീനിന്റെയും പേരിൽ മനുഷ്യൻ തമ്മിൽ മരിക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷത്തല്ല നിൽക്കേണ്ടത്. എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരുടെ അക്രമങ്ങളും അക്രമവാസനയുമാണ് നമ്മൾ എതിർക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നോട്ട് അല്ല സമാധാനം ഉണ്ടാക്കേണ്ടത്. ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുന്ന സ്പോർട്സിൽ നിൽക്കാം നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും കായിക മത്സരത്തിൽ നിൽക്കാം. പക്ഷേ യുദ്ധം എന്ന് പറയുന്നത് അനുഭവിച്ചവർക്ക് ആ വേദന അറിയും. നമ്മൾ യുദ്ധങ്ങൾ കാണാത്തത് കൊണ്ട്, ദുരിതങ്ങൾ കാണാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കതൊരു രസമായി തോന്നുന്നത്. എന്നാൽ യുദ്ധത്തിന്റെ നടുവിൽ ജീവിക്കുന്നവർക്ക് അങ്ങനെയല്ല. അവരൊക്കെയും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഓരോ മനുഷ്യനും എവിടെ ജനിച്ചു ആ ജനിച്ച മണ്ണ് അവരവർക്ക് വലുതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പക്ഷത്ത് നമ്മൾ നിൽക്കരുത്. ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോ ഒരുപാട് ആളുകൾ സന്തോഷിച്ചു. സത്യത്തിൽ അവിടെ മരിച്ചു വീണ എത്ര കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്. അതാരുടെയൊക്കെയോ അമ്മയായിരുന്നു, ആരുടെയൊക്കെയോ മക്കളായിരുന്നു, ആരുടെയൊക്കെയോ അച്ഛനായിരുന്നു മരിച്ചു വീണത്. അത് നമ്മുടെ വേദനയായി കാണണം. അതേപോലെ തിരിച്ച് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയപ്പോ ഒരുപാട് ഉമ്മമാരും കുട്ടികളും മരിച്ചു വീണു. അതും നമ്മുടെ വേദനയാണ്. ഇങ്ങനെ വിശാലമായ കാഴ്ചപ്പാട് നമുക്കെന്നുണ്ടാകുന്നോ അന്ന് തീർന്നു ലോകത്തിന്റെ പ്രശ്നം. എല്ലാ വ്യത്യസ്തതകളെയും അംഗീകരിച്ചുകൊണ്ട്, എല്ലാ സത്യങ്ങളെയും അംഗീകരിച്ച് പരസ്പരം നിൽക്കാൻ നാം എന്ന് ശ്രമിക്കുന്നു, അന്ന് തീർന്നു ഈ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും.